ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് 4x4 ടോയ് RC കാറാണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് വണ്ടി കുറച്ചോടും, പിന്നെ റിമോട്ടിൽ വയ്ക്കുക, വണ്ടി വർക്ക് ചെയ്യില്ല. പിന്നെ രണ്ടാമത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് ഒന്ന് ഓഫ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി ഓൺ ചെയ്യുക, എന്നിട്ട് അതെ ഇപ്പോൾ വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി പോയേക്കണേണ്. കസ്റ്റമറോട് ഈ ഒരു RCയുടെ ബാറ്ററി മാറ്റണം, ബാറ്ററി ഡാമേജ് ആണെന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞ് ആപ്പഴ 2 ആഴ്ചയായിട്ടുള്ള ഈ വണ്ടി എടുത്തിട്ട് 2 ആഴ്ച കൊണ്ടൊക്കെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി പോകുമെന്നാണ് എന്നോട് ചോദിച്ചത്. കസ്റ്റമറോട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇത് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് അവരുടെ ഗോഡൗണിൽ കുറേ നാളിരിക്കും. അതിന് ശേഷം കടകളിലായിട്ട് വന്നതിന് ശേഷം കടയിലും ഇരിക്കും കുറേ നാൾ. അതിന് ശേഷമാണ് സംഭവമൊക്കെ സെയിലായി പോണത്. അപ്പോൾ 2 ആഴ്ചയല്ല, വണ്ടി ഇരിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ 5-6 മാസമായിട്ടുണ്ടാവും. വണ്ടി കസ്റ്റമർ അഴിച്ച് പരീക്ഷണമൊക്കെ നടത്തിയിട്ടാണ് നമ്മൾക്ക് സർവീസിന് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ബോഡി അഴിച്ചിട്ട് മറിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ബാക്ക് സൈഡിലും ബാക്ക് ഫ്രണ്ട് സൈഡിലോട്ടാണ് വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, അതേപോലെ ആ ചാർജിങ് സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്തൊന്ന് സെറ്റാക്കാം. കസ്റ്റമർ ഈ ഒരു RCയുടെ ബാറ്ററി മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒറിജിനൽ ബാറ്ററി അല്ല കേട്ടോ ഇതിനകത്ത് കിടക്കുന്നത്. ഇത് സാധാരണ ഒരു ബാറ്ററി ഐറ്റം മേടിച്ച് വെച്ചേക്കണേന്ന് തോന്നുന്നത്. അപ്പം എന്നാലും നമുക്ക് ഈ ബാറ്ററി ഒന്ന് അഴിച്ചു നോക്കാം. നല്ല കാര്യമായിട്ടാണ് കേട്ടോ സെല്ലോ ടോപ്പ് അടിച്ച് സെറ്റാക്കി വെച്ചേക്കണത്. ഇത് പൊളിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ ഒരു സൈസിലുള്ള ബാറ്ററി ഇല്ല. ഇപ്പോൾ ഇരിക്കുന്നത് ഇതേപോലത്തെ 3.7 ബാറ്ററിയാണ്. അപ്പം നമുക്ക് ഈ ഒരു ബാറ്ററി ഇട്ടിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം, വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകുന്നുണ്ടോ ഇല്ലേന്ന്. നമ്മളപ്പോൾ വേറൊരു ബാറ്ററി ഇട്ടിട്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണേണ്ട. വണ്ടി ഇപ്പം ഇത്ര നേരം ഓടിച്ചിട്ടും ഓഫാവുന്നില്ല കേട്ടോ വണ്ടി. മുമ്പ് വണ്ടി ഒരു 2 സെക്കൻഡ് ഓടിക്കണ്ട, അതിക്ക് മുമ്പ് വണ്ടി ഓഫായി പോവും. പിന്നെ രണ്ടാമത് വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താലേ പിന്നെ വണ്ടി ഓടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഓടിച്ചിട്ട് വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റും കാണിക്കണില്ല. അപ്പോൾ ബാറ്ററിയുടെ ഇഷ്യൂ തന്നെ ഇറങ്ങട്ടാ. അപ്പോൾ ബാറ്ററി വേറെ മാറ്റി സെറ്റ് ചെയ്താൽ സംഭവം ഉഷാറായിരിക്കുള്ളൂ.